പുതിയ ജോലി കിട്ടിയപ്പോൾ അഞ്ജലി ഒരു പഴയ വാടക അപ്പാർട്ട്മെന്റിലേക്ക് മാറി. ആ സ്ഥലം പൊടി പിടിച്ച് മങ്ങിയതും വർഷങ്ങളായി എന്തോ പൂട്ടിയിട്ടതുപോലെയുള്ള മണമുള്ളതുമായിരുന്നു. പക്ഷേ വാടക കുറവായിരുന്നതിനാൽ അവൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. കിടപ്പുമുറിയിൽ ഭിത്തിയിൽ ആണിയടിച്ചുറപ്പിച്ച ഒരു വലിയ പുരാതന കണ്ണാടിയുണ്ടായിരുന്നു. തുരുമ്പെടുത്ത അരികുകൾ, പൊടി മൂടിയത്, എങ്കിലും ഗംഭീരം. അവൾ അതൊന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതനങ്ങിയില്ല. അവിടെ തന്നെ നിൽക്കാൻ അത് ആഗ്രഹിക്കുന്നത് പോലെ. അന്ന് രാത്രി അവൾക്കൊരു വിചിത്രമായ കാര്യം തോന്നി. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴെല്ലാം അവളുടെ പ്രതിബിംബം കാണാനില്ല. മങ്ങുകയോ വ്യക്തമല്ലാതിരിക്കുകയോ അല്ല, വെറുതെ ഇല്ല. അവൾ കരുതിയത് വെളിച്ചം കുറവാണ്, ഒരുപക്ഷെ പൊടി, അല്ലെങ്കിൽ ക്ഷീണിച്ച കണ്ണുകൾ. എന്നാൽ അടുത്ത ദിവസം രാവിലെ പകൽ വെളിച്ചത്തിൽ അപ്പോഴും പ്രതിബിംബമില്ല. അഞ്ജലി തൻ്റെ ഫോൺ കൊണ്ട് കണ്ണാടിയുടെ ഒരു ചിത്രമെടുത്തു. ഫോട്ടോയിൽ അവൾ ഉണ്ടായിരുന്നു, സാധാരണ നിലയിൽ നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതിനു മുന്നിൽ ഒന്നുമില്ല. ദിവസം 3 കാര്യങ്ങൾ മാറാൻ തുടങ്ങി. രാത്രിയിൽ അവൾ നേരിയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. മങ്ങിയത്, സ്ത്രീ ശബ്ദം, സങ്കടം നിറഞ്ഞത്. പുറത്തുപോ, ദയവായി പുറത്തുപോ. അവൾ കരുതിയത് അയൽക്കാരാണെന്നാണ്. എന്നാൽ ഭിത്തിയിൽ ചെവി ചേർത്തപ്പോൾ നിശബ്ദത. പിന്നെ സ്വപ്നങ്ങൾ വന്നു. കണ്ണാടിക്കുള്ളിൽ ഒരു പെൺകുട്ടി കുടുങ്ങി, ഗ്ലാസിൽ തട്ടുന്നു, ശബ്ദമില്ലാതെ നിലവിളിക്കുന്നു. ചോര പുരണ്ട കൈകൾ, നിരാശ നിറഞ്ഞ കണ്ണുകൾ. ഓരോ തവണയും അഞ്ജലി കിതച്ചുണർന്നു. പക്ഷേ അവൾക്ക് ആ തോന്നൽ മാറ്റാനായില്ല. അതൊരു സ്വപ്നമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. ദിവസം 5. ദൃഢനിശ്ചയത്തോടെ അഞ്ജലി അപ്പാർട്ട്മെന്റിന്റെ ചരിത്രം ഗൂഗിൾ ചെയ്തു. അവൾക്കൊരു അലേഖനം കിട്ടി. കൊച്ചിയിലെ ഫ്ലാറ്റിൽ വ്യാജഭിത്തിക്ക് പിന്നിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം വർഷങ്ങളോളം ഒളിപ്പിച്ചു. ഫോട്ടോ പഴയതായിരുന്നു, പക്ഷെ വ്യക്തമായിരുന്നു. ഫോട്ടോയിലെ കണ്ണാടി അതേ കണ്ണാടിയായിരുന്നു. വിറയലോടെ അവൾ തുടർന്നു വായിച്ചു. ഇര 7 വർഷം മുമ്പ് അപ്രത്യക്ഷയായ ഒരു വാടകക്കാരി. അവളുടെ പേര് അഞ്ജലി നായർ. ഒരേ പേര്, ഒരേ ഫ്ലാറ്റ്. അഞ്ജലിയുടെ ഹൃദയമിടിപ്പ് നിലച്ചു. അവൾ കണ്ണാടിയുടെ അടുത്തേക്ക് ഓടി. അപ്പോഴും പ്രതിബിംബമില്ല. ഇത്തവണ അവൾ മന്ത്രിച്ചു, "നീ ആരാണ്?" ഒരു തണുത്ത ശ്വാസം ഗ്ലാസിനുള്ളിൽ മൂടൽ മഞ്ഞുണ്ടാക്കി. അപ്പോൾ ആദ്യമായി ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. അവളുടേതായിരുന്നില്ല, മനുഷ്യരൂപമായിരുന്നില്ല. അവളുടെ സ്വപ്നങ്ങളിലെ പെൺകുട്ടി. അവൾ പുഞ്ചിരിച്ചു, ചുണ്ടുകൾ വീണ്ടു കീറി ചോരയൊലിച്ച്. എന്നിട്ട് മന്ത്രിച്ചു, "നിങ്ങൾ തെറ്റായ വശത്താണ് നോക്കിയിരുന്നത്. ഞാൻ കണ്ണാടിക്ക് പിന്നിലല്ല, നിങ്ങളാണ്."